എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ. എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റൂ. Hey guys, welcome back. It's me Anshul and you're watching Dirakshan. Everything you need to know. ടോപ്പിൽ പോകുന്നതന്നെ ജസ്റ്റ് ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാണ്ട്. ആ ഗുഡ് ന്യൂസ് എന്താ അല്ല, കൺഗ്രാറ്റ്സ് ഇന്ത്യൻസ്. അപ്പൊ ഇന്ത്യയുടെ ബ്രാൻഡ് ന്യൂ അച്ചീവ്മെന്റ്. ആ അച്ചീവ്മെന്റ് പേരാണ് ഇന്ത്യ ദി കൺട്രി ഓഫ് റേപ്പിസ്റ്റ്. Very proud moment, right? It's all thanks to the politicians who keeps on supporting the accused and blames the victim. It's all thanks to the government who are not trying to make strict rules against rape. It's all thanks to the court who are justifying the accused by saying there's lack of proof. And not to mention the citizens who keeps on blaming the victim for getting raped and keeps on supporting accused. It's all thanks to them. Without them, this would haven't been possible. Rape, the most brutal crime done against a person. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ് റേപ്സ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആക്ഷൻസ് ടേക്കൺ അഗെയിൻസ്റ്റ് അക്യൂസ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇന്ത്യയിൽ എങ്ങനെയാ വെച്ചാൽ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആണ് ഇന്ത്യയില്. സോ നമ്മൾ ഈ സിറ്റുവേഷനെ കോപ്പ് ചെയ്ത് ജീവിക്കണം. ഇങ്ങനത്തെ ഒരു തോട്ടാണ് മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻസിനുള്ളത്. ലൈക്ക് ദിസ് ദ വിക്ടിംസ് വിൽ നെവർ ഗെറ്റ് ജസ്റ്റിസ്. എന്തിന്? ഇപ്പോഴത്തെ റീസെന്റ് ഹത്രാസ് കേസ് എടുത്തോ, ഏത് പോലീസുകാരാണോ വിക്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് അക്യൂസിനെ പണിഷ് ചെയ്ത് ആ സെയിം പോലീസ് ഓഫീസേഴ്സ് വിക്ടത്തിനെ ബ്ലെയിം ചെയ്ത് അക്യൂസിനെ സപ്പോർട്ട് ചെയ്യാം. എന്തിന്? ഫാമിലിന്റെ പോലും കൺസേൺ ഇല്ലാണ്ട് വിക്ടത്തിന്റെ ബോഡി മിഡ് നൈറ്റിൽ ക്രെമേറ്റ് ചെയ്തു. ഏറ്റവും വലിയ എവിഡൻസ് ആയ ബോഡി ക്രെമേറ്റ് ചെയ്തതിനു ശേഷം അവർ പറയുന്നത് റേപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ലാതെ. ലൈക്ക് ദിസ് ദ വിക്ടിംസ് വിൽ നെവർ ഗെറ്റ് ജസ്റ്റിസ്. ഇപ്പൊ റേപ്സ് ജസ്റ്റ് വെറും ഒരു ഡിബേറ്റ് ടോപ്പിക്സ് ആണ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പരസ്പരം ബ്ലെയിം ചെയ്യാനും പൊളിറ്റീഷ്യൻസിനെ പരസ്പരം ബ്ലെയിം ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഡിബേറ്റ് ടോപ്പിക് മാത്രം. ആ വിക്ടത്തിന്റെ സിറ്റുവേഷനും ആ വിക്ടത്തിന്റെ ഫാമിലിയുടെ സിറ്റുവേഷനും ഒന്നും ആരും ബോധമുള്ളല്ല. ലൈക്ക് ദിസ് ദ വിക്ടിംസ് വിൽ നെവർ ഗെറ്റ് ജസ്റ്റിസ്. ഈവൻ എന്തിന് മീഡിയ വരെ, ഏത് മീഡിയ ആണോ വിക്ടത്തിന് ജസ്റ്റിസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ സെയിം മീഡിയ ചില സമയത്ത് വിക്ടത്തിനെ തന്നെ ബ്ലെയിം ചെയ്യാണ്. അതാണ് ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ. ലൈക്ക് ദിസ് ദ വിക്ടിംസ് വിൽ നെവർ ഗെറ്റ് ജസ്റ്റിസ്. കുറച്ച് ഷോ ഓഫ് ഹാഷ് ടാഗ്സ് കാണിച്ചാലും അല്ലെങ്കിൽ ഷോ ഓഫ് റോഡ് മാർച്ചസ് നടത്തിയാലും ഒന്നും ഒരിക്കലും അവർക്ക് ജസ്റ്റിസ് കിട്ടില്ല. They will never get justice like this. According to National Crime Records Bureau, 2019 മാത്രം ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസസ് 4,05,861 ആയിരുന്നു. അതിൽ 32,033 റേപ്പ് കേസസ് വരെ റിപ്പോർട്ടഡ്. ഈ ഇത്രയും നമ്പർ ഓഫ് റേപ്പ് കേസിൽ എത്ര പേർക്ക് ജസ്റ്റിസ് കിട്ടി? എത്ര അക്യൂസിനെ പണിഷ് ചെയ്തു? എനി ഐഡിയ? ഒരു ഐഡിയ ഇല്ല നമുക്ക്. മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് ദ കേസ് ആർക്കും ജസ്റ്റിസ് ഇതുവരെ കിട്ടിയില്ല. ഇപ്പോഴും പെൻഡിങ് ആണ് അത്രയും കേസസ്. 2018 വെച്ച് കമ്പയർ ചെയ്യാമെങ്കിൽ ഈ നമ്പേഴ്സ് ഇൻക്രീസ് ആവുക ചെയ്തത്, ഡിക്രീസ് അല്ല. ആൻഡ് ബാക്ക് ടു പ്രീവിയസ് ഇയേഴ്സ് 2000 മുതൽ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ എവറി ഇയർ ദ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസിംഗ്, ദർ ഈസ് നോ സൈൻ ഓഫ് ഡിക്രീസിംഗ്. എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്ത് പറയാമെങ്കിൽ 88 rapes per day. Every 50 minutes a woman is getting raped. Hashtags and show of products will never gain them justice. Then how can they get justice? What can we do? ഞാൻ ഒരു 5 സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാൻ പോവാണ്. റേപ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന എക്സ്പേർട്ട് പറഞ്ഞ 5 ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസ്. നമ്പർ 1, പോലീസ് റിഫോംസ്. നമ്മുടെ കൺട്രിയിൽ പോലീസ് പോപ്പുലേഷൻ വളരെ കുറവാണ്. ആൻഡ് കമ്പയറിംഗ് ടു അതർ കൺട്രീസ് വി ഗോട്ട് ദ വീക്കസ്റ്റ് പോലീസ് ഫോഴ്സ്. അതായത് എക്സാക്ട്ലി പോലീസിന്റെ പോപ്പുലേഷൻ പറയാമെങ്കിൽ every 1 lakh population has only 137 police officers. അത് പോരാത്തതിന് 3-1 പോലീസുകാരെ പറഞ്ഞാൽ അവർക്ക് അവരുടെ ഡ്യൂട്ടി പ്രോപ്പറായി ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൾക്കാർ അവർക്ക് ഭയങ്കര പ്രഷർ കൊടുക്കേണ്ടത്. എന്തിന്? ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖനായ ഒരു IAS ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, ഏത് ഗവൺമെന്റ് ആണ് വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് വരുന്നത് ആ ടൈമിൽ അവരുടെ പ്രസന്റ് DGPനെ മാറ്റിയിട്ട് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് DGP പ്ലേസ് ചെയ്യുക. ലൈക്ക് ദിസ് ദ വിക്ടിംസ് വിൽ നെവർ ഗെറ്റ് ജസ്റ്റിസ്. പോലീസുകാർക്ക് അവരെ ഫ്രീഡം കൊടുത്തിട്ട്, പോലീസുകാർക്ക് ഒരു പ്രശ്നം കൊടുക്കുക, അവരെ പവേഴ്സ് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാൽ, അവരെ ഇന്റലിജൻസ് യൂസ് ചെയ്യാൻ പറ്റാ, then the number of cases will get reduced and the victims will get justice. Number 2, inquisitorial system. നമ്മുടെ ഇന്ത്യ ഒക്കെ ഫോളോ ചെയ്യുന്ന അഡ്വൈസറി സിസ്റ്റം ആണ്. ഈ അഡ്വൈസറി സിസ്റ്റം എന്ന് വെച്ചാല് ഒരു ജഡ്ജിന് ലിമിറ്റഡ് പവർ ആയിരിക്കും ഉണ്ടാവുക. ഒരു ജഡ്ജിന് ഒരു കേസിലെ അക്യൂസ്ഡ് അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടിക്ക് 2 സൈഡ്സിനും അഡ്വക്കേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത പ്രൂഫ്സും പോലീസ് മേക്ക് ചെയ്ത കുറച്ച് വിറ്റ്നസ് ലിസ്റ്റിലെ വിറ്റ്നസിനെ മാത്രം വിളിച്ച് അവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റും ജഡ്ജിന്. ബട്ട് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല.
ഇൻക്വസ്റ്ററി സിസ്റ്റത്തിൽ ജഡ്ജിന് കൂടുതൽ ഫ്രീഡം ഉണ്ടാവും. അവർക്ക് അവരുടെ മാക്സിമം പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കോർട്ടിലെ ജഡ്ജിന് അവർക്ക് ഡയറക്ട്ലി ഇൻവോൾവ് ആവാം. അവർക്ക് കൂടുതൽ ഈ കേസിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ട് ആരെങ്കിലും ഈ വിറ്റ്നസ് ലിസ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവർക്ക് അതും വിളിക്കാം. അതുപോലെ തന്നെ ഡയറക്ട് ഇൻവെസ്റ്റിഗേഷനും ഓർഡർ ചെയ്യാം. കോർട്ടിൽ നിന്ന് സ്പെഷ്യൽ ആൾക്കാരെ പോയി ഡയറക്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. നമ്മൾ ജഡ്ജസിന്റെ കറക്റ്റ് പവേഴ്സും അവരെ ഇന്റലിജൻസും ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ അവരെ അലൗ ചെയ്താൽ then the victims will get justice. Number 3, forensic lab. നമ്മുടെ ഇന്ത്യയിൽ ഫോറൻസിക് ലാബ്സ് വളരെ കുറവാണ്. ഉത്തർപ്രദേശിൽ തന്നെ 75% ഓഫ് സീറ്റ്സ് were vacant for forensic lab. നമ്മുടെ ഇന്ത്യയിലെ ഫോറൻസിക് ലാബിനൊക്കെ ഓൾമോസ്റ്റ് ഒരു ഓൾഡ് ജെൻ എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത്, ഒട്ടും അഡ്വാൻസ് അല്ലാത്ത എക്യുപ്മെന്റ്സ്. എന്നാൽ പോലും ഈ ഓൾഡ് ജെൻ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഒരുപാട് കേസസ് നമ്മുടെ ഫോറൻസിക് ലാബ് തെളിയിച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബിൽ തന്നെ ഇഷ്ടംപോലെ റേപ്പ് കേസസ് പെൻഡിങ് ആണ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്. അപ്പൊ നമ്മൾ ഈ ഫോറൻസിക് ലാബിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കൂട്ടി നമ്പർ ഓഫ് ഫോറൻസിക് ലാബ്സ് ഇൻക്രീസ് ചെയ്താൽ then the victims will get justice. കാരണം പ്രഷർ കൂടുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന വിറ്റ്നസ് ചിലപ്പോൾ കള്ളം പറഞ്ഞു വരും. ബട്ട് സയൻസ് ക്യാൻ പ്രൂവ് ദാറ്റ് wrong. നമ്പർ 4, വീക്ക് ജുഡീഷ്യൽ സിസ്റ്റം. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം വളരെ വീക്ക് ആണ്. നമ്മുടെ ഇന്ത്യൻ ലോ ഫുൾ കമ്പയർ ചെയ്യാമെങ്കിൽ ഒരു അക്യൂസ്ഡ് എസ്കേപ്പ് ചെയ്യുന്ന പല ലൂപ്പ് ഹോൾസും ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ലോസിൽ. ഇതൊക്കെ അനലൈസ് ചെയ്ത് മലിമെന്റ് കമ്മിറ്റി 2003 ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഒരു 300 പേജസ് അബവ് ഉള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ 150 റിഫോംസ് ആഡ് ചെയ്തിട്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് they didn't take into consideration. അതുപോലെ സുപ്രീം കോടതി 2006 പോലീസ് റിഫോംസിന് വേണ്ടി 7 മെത്തേഡ്സും എല്ലാ സ്റ്റേറ്റ്സും മാൻഡറ്ററി ഫോളോ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ടിൽ നൗ നോ സ്റ്റേറ്റ്സ് ആർ ഫോളോയിങ് ദാറ്റ്. ഇന്ത്യൻ ലോസിൽ എല്ലാ ലൂപ്പ് ഹോൾസും ക്ലോസ് ചെയ്ത് ഇന്ത്യൻ ലോസ് കുറച്ചും സ്ട്രിക്റ്റ് ആക്കിയ ഈ മലിമെന്റ് കമ്മിറ്റിയും സുപ്രീം കോടതി പറഞ്ഞ ആ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യാമെങ്കിൽ then the victims will get justice. Number 5, sex education. Sex education is the most important thing a child should learn. Sex education പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കുറെ പൊളിറ്റീഷ്യൻസ്മാരും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ റോങ് ആണ്, ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. That's utter foolishness. സെക്സ് എഡ്യൂക്കേഷൻ വൈറ്റൽ വൺ. എല്ലാ കുട്ടികൾക്കും സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കണം. അതൊരു കമ്പൽസറി സബ്ജക്റ്റ് ആയി മാറ്റണം. കാരണം ഒരു കുട്ടിക്ക് അറിയണം എന്താണ് സെക്സ്, എന്താണ് ഒരു ഗുഡ് ടച്ച്, എന്താണ് ഒരു ബാഡ് ടച്ച്, അതെല്ലാവരും അറിയണം. ഗുഡ് ടച്ച് നമുക്കൊരു കംഫർട്ട് തരും, ബാഡ് ടച്ച് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ഇറിറ്റേഷൻ പോലെ ആയിരിക്കും. ടീച്ച് യുവർ ചൈൽഡ് അബൌട്ട് സെക്സ്. ഡോണ്ട് ലെറ്റ് ദം നോ ഫ്രം അബ്യൂസീവ് പോൺ വാട്ട് സെക്സ്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കുറെ ആൾക്കാർ പറയായിരിക്കും സെക്സ് എഡ്യൂക്കേഷൻ റോങ് ആണെന്ന്. നെവർ റോങ്. സെക്സ് എഡ്യൂക്കേഷൻ ദ റൈറ്റ് വൺ. നമ്മുടെ ഗവൺമെന്റ് 5 സൊല്യൂഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ then the victims can get justice and the number of cases getting reported will be 0. Tell one thing, ഗാന്ധിജിയും ഫ്രീഡം ഫൈറ്റേഴ്സും ഇന്ത്യക്ക് ഫ്രീഡം നേടിത്തന്നത് ജസ്റ്റ് 1-2 ദിവസം ഷോ ഓഫിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടല്ല. They fought until our India got the freedom. അതേപോലെ fight against the government if you want. Fight till every accused is punished. Fight until every victim gets justice. Fight until the number of rape cases reported in India becomes 0. Fight until a girl can safely walk around during any time. Fight until no person dares to touch a woman again. നമ്മുടെ വോട്ടേഴ്സ് ആണ്, ഗവൺമെന്റ് നമ്മുടെ സ്ലേവ്സ് ആണ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കുറെ ഐഡിയയും ലോസിനെ കുറിച്ചൊക്കെ ഐഡിയ ഗവൺമെന്റിന് കാണിച്ചു കൊടുത്താൽ they would be forced to react. Make them react. Force them to react. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് എല്ലാവരും ഇതിൽ ടാഗ് ചെയ്യുക. ഷോ ദം ദിസ് വീഡിയോ ഓർ മേക്ക് വൺ. ബിക്കോസ് ലെറ്റ് എവ്രി വൺ നോ ദാറ്റ് ദീസ് കൈൻഡ്സ് ഓഫ് റൂൾസ് എക്സിസ്റ്റ്, ദീസ് കൈൻഡ്സ് ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ്. എപ്പോഴും വിക്ടിമാണ് ഇവിടെ ബ്ലെയിം ചെയ്യപ്പെടുന്നത്. അതിനെല്ലാത്തിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണ്. എപ്പോഴും നമ്മൾ പറയും ഗേൾസ് ആണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, റേപ്സ് ഗേൾസ് ആണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡേ ബൈ മോഡേൺ ഡ്രസ് ഡേ ഇൻവൈറ്റ്. ഓക്കെ, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് സ്മോൾ കിഡ്സ്? ന്യൂ ബോൺ ബേബീസ് വരെ റേപ്പ് ചെയ്യപ്പെടുവാണ്. ആർ ദേ ഇൻവൈറ്റിംഗ് റേപ്സ്? ആർ ദേ ഡൂയിങ് സംതിങ് ടു പ്രൊവോക്ക് ദം? നോ, റൈറ്റ്? സോ ചേഞ്ച് ദി മെന്റാലിറ്റി. നമ്മുടെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. Everyone is equal. Men, women and third genders. Everyone are equal in this world. No one is upper or no one is lower. Every human being is equal.